ഫാഷൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരുമെങ്കിലും വസ്ത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡി ആകുന്നത് അല്ലേ? പലതുമുണ്ട്, കമ്മലുണ്ട്, അങ്ങനെ പലതും ഉണ്ടെങ്കിലും വസ്ത്രങ്ങൾ, ഷൂ ഒക്കെ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ഫാഷൻ സെൻസ് ആണുള്ളത്. കേരളത്തിന്റെ ഫാഷൻ ട്രെൻഡ് സെറ്റ് ചെയ്യുന്നതിൽ കൊച്ചിയുടെ പങ്ക് വളരെ വലുതാണ് താനും. എന്താണ് കൊച്ചിയിലെ നിലവിലെ ഫാഷൻ ട്രെൻഡ്? ആൻ മരിയ സണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ട്. ഓരോ ദിവസവും ഓരോ ഫാഷനുകളാണ് കൊച്ചിക്കാർക്ക്. ട്രെൻഡിനൊപ്പം മുന്നോട്ട് പോകുന്നവരാണ് കൊച്ചിയിലെ കുട്ടികളും. അതുകൊണ്ട് തന്നെ എന്താണ് കൊച്ചിയിലെ ഫാഷൻ സെൻസ് എന്ന് അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ് 24. നമുക്കിപ്പോൾ കാർഗോ പാൻസ്, ഷോർട്ട് ടോപ്സ്, ക്രോപ്പ് ടോപ്സ് അതൊക്കെയാണ്. ബ്ലൂ ഷർട്ട്സ് ആൻഡ് ടൈറ്റ് ജീൻസ്, ക്രോപ്പ് ടോപ്സ്, പിന്നെ എന്താ കാർഗോ ജീൻസ്, ട്രെൻഡി മോഡലുകൾ. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ജീൻസ് ആണ്. അതായത് ഈ ഡെയിലി വെയർ പോലെ നമുക്ക് യൂസ് ചെയ്യും. കോളേജുകളിലും ഒക്കെ ഉപയോഗിക്കാൻ ഏറ്റവും എളുപ്പം ജീൻസുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കടകളിലും കൂടുതലായിട്ട് വിൽക്കുന്നതും ഇവ തന്നെയാണ്. ഈ ജീൻസ് തന്നെ പല തരത്തിലുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ജീൻസുകളാണ് ഇപ്പോൾ കുട്ടികൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു ചേട്ടനുണ്ട്. നമുക്ക് ആ ചേട്ടനോട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിച്ചറിയാം. ചേട്ടാ, ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇപ്പോൾ ഇവിടെ വന്ന് മേടിക്കുന്നത് ഏത് ടൈപ്പ് ജീൻസാണ്? എങ്ങനത്തെയാണ് ഇപ്പോൾ പുതുതായിട്ട് വന്ന ട്രെൻഡി ആയിട്ടുള്ളത്? ഇപ്പോൾ ഏറ്റവും ട്രെൻഡി ആയിട്ടിരിക്കുന്നത് ബാഗി ജീൻസാണ്. ഇത് ഒരു 100-ൽ ഒരു 70% പേരും ഇപ്പോൾ ഈ ടൈപ്പ് ജീൻസാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനെ പറ്റിയ ടോപ്പുകളും 5 സ്ലീവ് ടോപ്പുകൾ അതൊക്കെയാണ് ഇപ്പോൾ കൂടുതലും ഉപയോഗിക്കുന്നത്. ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഭയങ്കര ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഡ്രസ്സ്. കംഫർട്ടബിൾ ആയിട്ട് നിന്നാൽ മതി. ലൈക്ക് ടൈറ്റ് ഒന്നും വേണ്ട, ലൂസായിട്ട് ഇച്ചിരി ഫ്രീ ആയിട്ട് നിൽക്കണ ടൈപ്പ്. ഇപ്പൊ പൊതുവെ ഇപ്പം കൂടുതൽ ബാഗി അങ്ങനത്തെ പരിപാടിയാ, കുഞ്ഞി ടോപ്പ് അങ്ങനത്തെ. എനിക്ക് പൊതുവെ ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ കംഫോർട്ട് അനുസരിച്ച് കൂടുതൽ വെയർ ചെയ്യാനാണ് താല്പര്യം. ഇച്ചിരി കൂടെ കംഫർട്ടായിട്ട് തോന്നുന്ന കുർത്താസാണോ ഞാൻ കൂടുതലും യൂസ് ചെയ്യണം. അങ്ങനെ ഞാൻ ട്രഡീഷണൽ വെയർ ഇഷ്ടമാണ്. ഞാൻ രണ്ടും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം എനിക്ക് പ്ലെയർ ജീൻസ് ഒക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. പ്ലെയർ ജീൻസും ക്രോപ്പ് ടോപ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ്. ജീൻസ് പോലെ തന്നെ കുട്ടികളെല്ലാം ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കടകളിൽ നിന്ന് മേടിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ ഇട്ടിരിക്കുന്ന പോലത്തെ ഈ ഇതുപോലെ കുർത്തി ടൈപ്പ് വരുന്നത്. അതായത് ചുരിദാർ എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ലെങ്കിൽ പോലും ഒരു കുർത്തി ടൈപ്പ് ഫ്രീ ആയിട്ട് കിടക്കുന്ന രീതിയിലുള്ളത്. അതിൻ്റെ കൂടെ തന്നെ പാൻറ്റും വരുന്ന രീതിയിലുള്ള ടൈപ്പ് ഡ്രസ്സുകളും. ഈ ചേട്ടനോട് തന്നെ ചോദിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമുക്ക് തോന്നുന്നതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ കഴിയുന്നതും അവർക്ക് തന്നെയായിരിക്കും. ചേട്ടാ, ഈ മോഡൽ ഡ്രസ്സുകളും കുട്ടികൾ കൂടുതലും വാങ്ങുന്നുണ്ട്? ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് ഈ ടൈപ്പ് ചുരിദാർ സെറ്റാണ്. അത് ഒരു 600 രൂപ, 500 രൂപ, 600 രൂപ, 700 രൂപ റേഞ്ചിൽ ഇതിൻ്റെ ചുരിദാർ സെറ്റ് കിട്ടും. നമുക്ക് ഷാളും പോട്ടവും ടോപ്പും കൂടി ഉൾപ്പെടെ കിട്ടും. ഏറ്റവും ഉപയോഗിക്കാൻ ഏറ്റവും നല്ല, ഏറ്റവും ഗുണമേന്മേറിയ ഡ്രസ്സാണത്. ചൂടുണ്ടാവില്ല, ഉപയോഗിക്കാൻ സോഫ്റ്റാണ്. എല്ലാം നല്ല രീതിയിലുള്ള സെയിലാണ് നടക്കുന്നത്. കൊച്ചിയുടെ ഫാഷൻ ഇവിടം കൊണ്ട് തീരുന്നതല്ല. ഓരോ ദിവസവും ഓരോ ട്രെൻഡായിരിക്കും. ക്യാമറമാൻ സന്തോഷ് ശേഖവർക്കും ഹരീഷിനുമൊപ്പം ആൻമരിയ സണ്ണി, 24 കൊച്ചി. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഞാൻ ഈ ആൻമരിയുടെ ഇത് കാണായിരുന്നു. നല്ല രസമുണ്ടല്ലോ. ഇത്തരം സെഗ്മെന്റ്സ് എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടും എല്ലാവർക്കും. അത് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും. ഇപ്പൊ പഴയ പോലെ ഒന്നുമല്ല, എല്ലാവരും ഒരുപോലെ. ഇഷ്ടപ്പെട്ട ഡ്രസ് ഏതാ ഇടാൻ കംഫർട്ട്? എനിക്ക് കംഫർട്ടബിൾ ജീൻസ് ആണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, കോട്ടൺ ഡ്രസ്സാണ്. നമ്മൾ